ഹായ് ഓൾ, ദിസ് ഇസ് തേഴ്സ്ഡേ ഈവനിങ്. ഗ്രീൻ പീസ് കറി വെക്കാനായിട്ട് കുതിർത്തി വെച്ച ഗ്രീൻ പീസ്, ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചന്ന മസാല, മുളക് പൊടി, കുറച്ച് വിനാഗിരിയും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ, ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ അടിച്ചെടുത്താൽ ഗ്രീൻ പീസ് അരയ്ക്കാതെ തന്നെ കറി കുറുകി കിട്ടും. ഇനി നമുക്ക് കറി താളിച്ചിടാം. ഇത്രത്തെ ചപ്പാത്തിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയാണിത്. ദിസ് ഇസ് ഫ്രൈഡേ മോർണിംഗ്. മോര് കറി ഉണ്ടാക്കാനായിട്ട് കുക്കുംബറും തക്കാളിയും പച്ചമുളകും ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ട് സാധാരണ മോരിന് അരയ്ക്കുന്ന പോലെ അരച്ച് ചേർത്തൊരു കറി ഉണ്ടാക്കി എടുക്കുകയാണ്. ചാനൽ തുടങ്ങി 2 ആഴ്ചക്കകം മോണിറ്റൈസ് ആയെങ്കിൽ 3-ാമത്തെ ആഴ്ച നെഗറ്റീവ് കമൻസ് എന്നെ തേടി എത്തിയിട്ടുണ്ട്. അതിൻ്റെ റിയാക്ഷനും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇന്നത്തെ ലോങ് വീഡിയോയിൽ ദ നെറ്റോസ് എന്ന നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ മോരുകറി റെഡിയായി. ചിക്കൻ പൊരിക്കാൻ എടുക്കുന്നുണ്ട്. പപ്പടം ഞാൻ ഇന്നലെ തന്നെ കാച്ചി വെച്ചിരുന്നു. റെഡി ടു കുക്ക് ചപ്പാത്തി വെച്ചിട്ട് പൂരിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി. ചിക്കൻ പൊരിച്ച പാത്രത്തിൽ തന്നെ സവാളയും തക്കാളിയും പച്ചമുളകും കൂടെ വഴറ്റിയിട്ട് ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടിയും ചേർത്ത് ചിക്കനും പെരുംജീരകം ഇട്ട് ഡ്രൈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി. എൻ്റെ ഒരു ഫ്രണ്ട് ഫൈസൽ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ കടപ്പുറത്ത് നിൽക്കുന്ന കണ്ടിട്ട് കുക്കുവിന് കടപ്പുറത്തോട്ട് പോകണമെന്നായി. അങ്ങനെ ഞാൻ കുറച്ച് വിഷ്വൽസ് ഒക്കെ അവിടെ നിന്നെടുത്ത് സ്കൂളിൽ കളക്ട് ചെയ്ത് റെഡ് ക്രോസിലേക്കും അവിടുന്ന് വയനാട്ടിലേക്കും പോകേണ്ട സാധനങ്ങളാണ് ഞങ്ങളുടെ ഈ വണ്ടിയിൽ.